ഹലോ. അപ്പോൾ മാർക്കറ്റ് ഓപ്പണായി. കുറച്ച് നേരമായി. 10:30 ടൈം ആവാനായി. അപ്പോൾ ഞാൻ നോക്കുന്ന ടൈമിൽ നമുക്ക് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം, ഇവിടെ നിന്ന് എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് സപ്പോർട്ടിൽ നിന്ന് നമുക്കിപ്പോൾ റിയാക്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി. അത്യാവശ്യം കുറച്ച് മുകളിലോട്ട് പോയി CPR റേഞ്ചിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി നമുക്ക് കറക്റ്റ് CPRലാണ് നിൽക്കുന്നത്. നിഫ്റ്റി നമുക്ക് CPR റേഞ്ച് ക്രോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി ഇപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തത്. ഒരു 46,000 പുട്ട് ഓപ്ഷനാണ് ഞാനിപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ ഫുള്ളായി യൂസ് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ ഏകദേശം 60% തന്നെ. അപ്പോൾ 10K ക്യാപിറ്റലിൻ്റെ നമുക്ക് 60% തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഒരുപാട് ഡീപ്പ് ഇൻ ദ മണി പോവാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻ ദ മണിയിൽ ഞാൻ എൻട്രി എടുത്തിരിക്കുകയാണ് എന്തായാലും. അപ്പോൾ 6K ആണ് നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് CPR ലെവലിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് ഒരു സപ്പോർട്ട് ലെവൽ വരെ പോകും. ചെറിയൊരു ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസും. അപ്പോൾ എന്തായാലും നമുക്കിത് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയും നിഫ്റ്റിയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നിഫ്റ്റിയെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. റെസിസ്റ്റൻസ് എല്ലാം ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. അതായത് CPR റേഞ്ചും പിന്നെ മൂവിങ് ആവറേജ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ അതുപോലെയല്ല. നിഫ്റ്റിയിൽ നമുക്ക് നല്ല രീതിയിൽ CPR ടച്ച് ചെയ്ത് റെസിസ്റ്റൻസ് കാണിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു PCID എൻട്രി ഇപ്പോൾ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി എന്താണ് മാർക്കറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്താണെന്ന് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റ് എടുത്തിട്ട് ഇറങ്ങാം. അങ്ങനെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു എക്സിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സിറ്റ് ആവാനുള്ള ടൈം ആയിരിക്കണം. അവിടെ നിന്ന് പ്രീവിയസ് ഡേയിൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊരു എക്സിറ്റ് ആവാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ 40% എബോവ് നമുക്ക് ഇവിടെ നിന്ന് പ്രോഫിറ്റാണ്. നമുക്ക് ഏകദേശം 50% വന്നാണ്. 50% ഇപ്പോൾ വന്നാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യില്ല. അവിടെ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ അതും 50% കൂടും, ചിലപ്പോൾ ഡബിളാകും. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ടാർഗറ്റ് അടിച്ചു. അവിടെ നിന്ന് വീണ്ടും ഡൗണിലേക്ക് വന്നു. അപ്പോൾ അത് വീണ്ടും ഡൗണിലേക്ക് വന്നത് ഞാൻ എടുത്തിട്ടാണ് ഇറങ്ങിയത്. നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എക്സിറ്റ് ആയത്. അപ്പോൾ എന്തായാലും ഞാൻ മാർക്കറ്റ് ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അടുത്ത എൻട്രി ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ ഇറങ്ങിയ ശേഷം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ അപ്പ് ട്രെൻഡ് തന്നെ വന്നു. അതായത് അവിടെ ഞാൻ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് കറക്റ്റ് റിവേഴ്സിൽ പിന്നെ വീണ്ടും പോയി CPRൽ തട്ടി വീണ്ടും ഡൗണിലേക്ക് വന്നു. അപ്പോൾ ഇതിൽ എന്താണ് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ടാർഗറ്റ് എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കിട്ടി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങുക
എന്നുള്ളത് തന്നെയാണ് നമുക്ക് വീണ്ടും 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 മാർക്കറ്റ് കാണിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു ട്രെൻഡിൽ തന്നെ മാർക്കറ്റ്, എല്ലാ ദിവസവും ഒരു ട്രെൻഡിൽ തന്നെ പോവില്ല മാർക്കറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് എടുക്കുക, ഇറങ്ങുക. ചിലപ്പോൾ ഓരോ ദിവസങ്ങളിൽ ചിലപ്പോൾ ഡബിളാവും, ത്രിബിളാവും, ചിലപ്പോൾ 10x ആവും. പക്ഷേ അതൊന്നും നമ്മൾ എല്ലാ ദിവസവും പ്രതീക്ഷിച്ചിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ നിഫ്റ്റിയിലിപ്പോൾ എന്തായാലും കാണുന്നത് ഒരു സൈഡിലേക്ക് തന്നെ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഡൗണിലേക്ക് വന്നു, വീണ്ടും അത് അപ് ട്രെൻഡ് തന്നെയാണ്. ഇങ്ങനെ ട്രെൻഡിലേക്ക് ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിൻനിഫ്റ്റി അവിടെ കൺസൾട്ടേഷനാണ്, കറക്റ്റായിട്ട് പ്രീമിയം തിന്നുകൊണ്ടേയിരിക്കുകയാണ് എക്സ്പയറി ഡേ ആയിട്ട്. ഇന്ന് സെല്ലേഴ്സിന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി നല്ല വോളറ്റിലിറ്റി ഉണ്ട്, ഇപ്പോൾ അത്യാവശ്യം ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. CPR ടു സപ്പോർട്ട് റേഞ്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാം.